ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശംഖാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും വാൽമീകി രാമായണത്തിലേക്ക് സ്വാഗതം. യുദ്ധകാണ്ഡത്തിലെ 26-ാം സർഗാണ് വ്യാഖ്യാനം പറയുന്നത്. കഴിഞ്ഞ സർഗത്തിലെ രാക്ഷസ രാജാവ് ശുഗസാരണന്മാരായ രാക്ഷസന്മാരെ ചാരന്മാരായി ശത്രുപക്ഷത്തെക്കുറിച്ച് അറിഞ്ഞു വരാനായി നിയോഗിച്ചു. നിങ്ങൾ ഇരുവരും ആരും കാണാതെ കപിസൈന്യത്തിൽ കടന്ന് അവരുടെ എണ്ണം, വീര്യം, മുഖ്യന്മാരായ വാനരന്മാർ, രാമനും സുഗ്രീവനും സമ്മതരായ മന്ത്രിമാർ ആരെന്നും മുന്നണിയിൽ നിൽക്കുന്നവർ ആരെന്നും അതുപോലെ രാമന്റെ പോരിനുള്ള ഒരുക്കം, വീര്യം, ആയുധങ്ങൾ, ലക്ഷ്മണന്റെ ബലം എന്നിവയെല്ലാം അറിഞ്ഞു വരണം. പ്രബലന്മാരായ ആ വാനരന്മാരുടെ പടനായകനാരെന്നും അറിയണം എന്ന് രാവണൻ നിയോഗിച്ചതനുസരിച്ച് ആ രാക്ഷസന്മാർ വാനര രൂപ ധരിച്ച വാനരസേനയിൽ കടന്നുകൂടി. വിഭീഷണൻ അവരെ കണ്ട് തിരിച്ചറിഞ്ഞു, പിടിച്ചുകെട്ടി രാമന്റെ അടുത്തെത്തിച്ചു. ഇവർ രാക്ഷസേന്ദ്രന്റെ മന്ത്രിമാരായ ശുഗസാരണന്മാരാണ്. ലങ്കയിൽ നിന്ന് ചാരന്മാരായി വന്നവരാണ് എന്ന് അറിയിച്ചു ശ്രീരാമനെ. ശരിയാ, രാവണൻ പറഞ്ഞ് അയച്ച് വന്നവരാണ് ഞങ്ങൾ എന്ന് അവരും സമ്മതിച്ചു. സൈന്യത്തെക്കുറിച്ച് മുഴുവൻ അറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് രാവണൻ നിയോഗിച്ചിട്ട് വന്നതാണ് ഞങ്ങളെന്ന് ആ ശുഗസാരണന്മാരും ശ്രീരാമന്റെ അടുത്ത് സമ്മതിച്ചു. വിഭീഷണൻ വധിക്കാനായി പിടികൂടിയ ഞങ്ങളെ തേജസ്വിയും ധാർമ്മികനുമായ രാമൻ വിട്ടയച്ചു. അതെല്ലാം ചെന്ന് രാവണനോട് തിരിച്ചു പറയുകയാണ്. പിന്നെയും ഞങ്ങൾ അവിടെയെല്ലാം നടന്ന സൈന്യത്തെ എല്ലാം കണ്ട് അങ്ങയെ അറിയിക്കാനായി തിരിച്ചെത്തി എന്ന് ആ ശുഗസാരണന്മാർ രാവണന്മാരോട് പറയുന്നു. തിരിച്ചെത്തിയ ആ ശുഗസാരണന്മാരാണ് രാവണനോട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ലോകപാലകൻ, തുല്യന്മാരും ശൂരന്മാരും അസ്ത്രാഭ്യാസികളും ദൃഢപരാക്രമികളുമായ 4 പുരുഷ ശ്രേഷ്ഠന്മാർ ഒരിടത്ത് ഒന്നിച്ചു ചേർന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? ദാശരഥിയായ രാമൻ, ലക്ഷ്മണൻ, വിഭീഷണൻ, മഹാതേജസ്വിയായ സുഗ്രീവൻ. ഈ 4 പേരും ദേവേന്ദ്രന് തുല്യം വിക്രമമുള്ളവരാണ്. ലങ്കാപുരിയെ പറിച്ചെടുത്ത് വലിച്ചെറിയാൻ ശക്തരായവരാണ്. വാനരന്മാരുടെ കാര്യം നിൽക്കട്ടെ, ആ രാമൻ മാത്രം വിചാരിച്ചാൽ മതി ഈ ലങ്കാപുരം മുഴുവൻ നശിപ്പിക്കാൻ എന്നെല്ലാം. രാക്ഷസേശ്വര, അങ്ങ് വിരോധം മതിയാക്കി ശാന്തി കൈക്കൊള്ളുക. മൈഥിലിയെ കാകുത്സ്ഥനായ രാമന് തന്നെ തിരിച്ചു നൽകുക എന്ന് തിരിച്ചെത്തിയ ചാരന്മാരായ ശുഗസാരണന്മാർ രാവണനെ അറിയിച്ചു. ഇതാണ് കഴിഞ്ഞ സർഗത്തിലെ കാര്യങ്ങൾ. ഇനി 26-ാം സർഗത്തിൽ പറയാണ്. എന്താണ്? തത്വജപഥ്യമക്ലീബം സാരണേനാഭിഭാഷിതം നിശമ്യ രാവണോ രാജാ പ്രത്യഭാഷത സാരണം. സാരണൻ ഭയരഹിതനായി പറഞ്ഞ പഥ്യവാക്കുകൾ കേട്ട്
രാവണ രാജാവ് സാരണനോട് തിരിച്ചു പറയാണ് മറുപടി. അതിന് ഇങ്ങനെ പറഞ്ഞു: യദീമാം അഭിയുഞ്ജീരൻ ദേവഗന്ധർവദാനവാ നൈവ സീതാം പ്രദാസ്യാമി സർവലോകഭയാദപേ. ദേവദാനവ ഗന്ധർവന്മാർ എന്നോട് പോരിനായി വന്നാലോ സർവലോക ഭയം മൂലമോ ഞാൻ സീതയെ കൊടുക്കില്ല. കാരണം അവരാരും എന്നെ ജയിക്കാൻ പോകുന്നവരല്ല എന്നുള്ള ബോധ്യമുണ്ട് രാവണന്. അങ്ങനെ വിചാരിച്ചു പറയാണ്, സീതയെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. കപികളുടെ കടുത്ത പീഡനത്തെ പേടിക്കുന്നത് കൊണ്ടാണ് നീ ഇപ്പോൾ സീതയെ തിരിച്ചു നൽകണമെന്ന് പറഞ്ഞത്. ഏതു വൈരിയാണ് എന്നെ പോരിൽ വിജയിക്കുന്നത്? രാക്ഷസാധിപനായ രാവണൻ ഇങ്ങനെ പരുഷവാക്യങ്ങൾ പറഞ്ഞ ശേഷം അനേകം വൃക്ഷങ്ങൾക്കൊപ്പം ഉയരമേറിയ ഹിമധവളവുമായ ആ പ്രാസാദത്തിൽ കയറി നിന്ന് നോക്കാൻ തുടങ്ങി. ആ വാനര സൈന്യത്തെയും താഭ്യാം ചരാഭ്യാം സഹീതോ രാവണക്രോധമൂർച്ഛിത പശ്യമാനാ സമുദ്രം ച പർവതാംശ വനാനി ച ദദർശ പൃഥിവീദേശം സുസമ്പൂർണം പ്ലവംഗമൈ തതപാരം അസംഖ്യേയം വാനരാണാം മഹൽബലം ആലോക്യ രാവണോ രാജ പരിപപ്രച്ഛസാരണം. ഇത്രയും വലിയ വാനരന്മാരുടെ സേനയെ കണ്ട് ആ ചാരന്മാരോടുകൂടി രാവണൻ പ്രാസാദത്തിൽ കയറി നിന്ന് സമുദ്രം, കാടുകള്, അതേമാതിരി കൊടുമുടി പർവ്വതങ്ങളെല്ലാം നോക്കിക്കണ്ടു. അപ്പോൾ കവികളാൽ നിറയപ്പെട്ട ഭൂമിയും കണ്ടു. ആ മട്ടുപ്പാവിൽ കയറി നിന്ന് രാവണൻ നോക്കിക്കണ്ണാണ് ആ വാനരന്മാരുടെ സൈന്യത്തെ. അറ്റമില്ലാത്തതും എണ്ണിയാൽ ഒടുങ്ങാത്തതുമായ ആ സൈന്യം കണ്ട്, വിപുലമായ ആ ബലത്തെ കണ്ട് രാജാവായ രാവണൻ സാരണനോട് ചോദിച്ചു: ഈ വാനരമുഖ്യന്മാരിൽ വെച്ച് ശൂരന്മാർ ഏവരാണ്? ആരൊക്കെയാണ്? മുന്നിട്ട് വരുന്നവരും എപ്പോഴും മഹോത്സാഹികളുമായവരും ആരാണ്? ഉത്സാഹം കാണിക്കുന്നവരും മുന്നിട്ട് വരുന്നവരും ആരാണ്? പോരിൽ പിന്തിരിയത്തവരെല്ലാവരും. സുഗ്രീവൻ ആരെയെല്ലാം പറഞ്ഞാൽ അനുസരിക്കും, ആരെല്ലാം പറഞ്ഞാലാണ് സുഗ്രീവൻ കേൾക്കുക? യൂഥപന്മാരെ ആരെല്ലാം? പ്രധാനപ്പെട്ട പ്ലവങ്കന്മാർ ആരെല്ലാം? പ്രധാനപ്പെട്ട ആ വാനര ശ്രേഷ്ഠന്മാരെല്ലാം ആരൊക്കെയാണ്? സാരണ, ഇതെല്ലാം നീ ശരിയായി പറഞ്ഞു തരണം. രാക്ഷസസ്വാമി ചോദിച്ച ചോദ്യം കേട്ടപ്പോൾ മുഖ്യജ്ഞനായ ആ സാരണൻ മുഖ്യ വാനരന്മാരെ കുറിച്ച് വർണ്ണിച്ചു കൊടുത്തു. ഇതാ ലങ്കയുടെ നേർക്ക് ആർത്തുകൊണ്ട് നിൽക്കുന്ന 100,000 യൂഥപന്മാരാൽ പരിവൃതനായ ഒരു വാനരൻ. 100,000 എന്ന് പറഞ്ഞാൽ 1,00,000 വാനരന്മാരോട് പരിവൃതനായിട്ടുള്ള ആ സേനാനായകനായ ഒരു വാനരനാണ് നീലൻ എന്ന സൈന്യാധിപൻ. എല്ലാ വാനരന്മാരുടെയും നായകനാണ് ശരിക്കും നീലൻ. സൈന്യങ്ങളുടെ എല്ലാം നായകനായിട്ടുള്ള നീലനെ ആദ്യം തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. ഏതൊരുവന്റെ ഉച്ചത്തിലുള്ള അലർച്ചയാൽ കോട്ടകളും കമാനങ്ങളും ശൈലങ്ങളും ഈ ലങ്കയൊക്കെയും കിടുങ്ങുന്നുവോ, ആ വാനരന്മാരുടെ പെരുമാളും മഹാത്മാവുമായ പടത്തലവനാണ്, നിലയുറപ്പിച്ച് നിൽക്കുന്ന ഇവനാണ് നീലൻ എന്ന വീരനായ യൂഥപൻ. ആ നീലനെ പരിചയപ്പെടുത്തി കാണിച്ചു കൊടുത്തു. അതിനുശേഷം അംഗദനെ പറയാണ്: കൈപ്പൊക്കി കാൽ നിലത്തൂന്നി ലങ്കയുടെ നേർക്ക് നോക്കി ക്രോധത്തോടെ വിജൃംഭിക്കുന്നവൻ, മലമുടിക്കൊത്തവൻ, നീർത്താമര നിറമാർന്നവൻ, കോപാകുലനായി വീണ്ടും വീണ്ടും വാലിട്ടടിക്കുന്നവൻ, ഏതൊരുവന്റെ വാലൊടിയൊച്ച 10 ദിക്കിലും മുഴങ്ങിക്കേൾക്കുന്നുവോ, കവിരാജാവായ സുഗ്രീവനാൽ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട അംഗദൻ എന്ന പേരുള്ള ആ വാനരൻ അങ്ങയെ പോരിന് വിളിക്കുന്നു. ബാലിക്ക് തുല്യനായ ബലമുണ്ട്. ബാലിയെ പോലെ വിക്രമൻ തന്നെയാണ്. തുല്യ ബലമുള്ള ആളാണ്. ബാലിയുടെ പുത്രനാണ്. സുഗ്രീവന് ഏറ്റവും പ്രിയപ്പെട്ടവനുമാണ്. ശക്രന് വേണ്ടി വരുണൻ എന്ന പോലെ ശ്രീരാഘവന് വേണ്ടി പരാക്രാന്തനായവനാണ്. ഇന്ദ്രന് വേണ്ടി വരുണൻ എങ്ങനെ യുദ്ധം ചെയ്യുന്നുവോ, അതേപോലെ ശ്രീരാമന് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആ അംഗദനെ കാണിച്ചു കൊടുത്തു. ഏതസ്യ സാമതി സർവായൽ ദൃഷ്ടാ ജനകാത്മജ
ഹനുമതാ വേഗവതാ രാഘവസ്യ ഹിതൈഷിണാ ബഹൂനി വാനരേന്ദ്രേണാം ഏഷ യോധാനി വീര്യവാൻ പരിഗൃഹ്യാഭിയാദിത്വാം സേനാനീകേന ദുർജയ. രാഘവന്റെ ഹിതകാരിയും അത്യധികം വേഗമുള്ളവനുമാണ് ഈ ഹനുമാൻ. സീതയെ കണ്ടെത്തിയതും മറ്റും ഇവന്റെ ബുദ്ധി കൊണ്ടാണ്. ബുദ്ധിമാനാണ്, സീതയെ കണ്ടെത്തിയ ആളാണ് ഈ ഹനുമാൻ. അനേകം വാനരേന്ദ്രന്മാരുടെ ഗണങ്ങളെയും കൊണ്ട് ദുർജയനായ രാവണനോട്, ദുർജയനായ ഈ വീര്യവാൻ അങ്ങയുടെ നേർക്ക് യുദ്ധത്തിന് വരുന്നു. രാവണനെ ജയിക്കാൻ വേണ്ടി ആ ഹനുമാനും സേനകളോടുകൂടി വന്നെത്തിയിട്ടുണ്ട്. ബാലിപുത്രന്റെ പിറകെ, അംഗദന്റെ പുറകെ ചുറ്റും വമ്പിച്ച പടയുമായി പോരിനായി നിലകൊള്ളുന്ന വീരനാണ് സേതു ബന്ധിച്ച നളൻ. സേതു നിർമ്മിച്ച ആ നളനെ കുറിച്ച് പറയുകയാണ്. ശരീരങ്ങൾ ഉറപ്പിച്ചു നിർത്തി ആർക്കുകയും അട്ടഹസിക്കുകയും കോപിച്ചെഴുന്നേറ്റ് നിന്ന് വിജൃംഭിക്കുകയും ചെയ്യുന്നവരും ദുസ്സഹന്മാരും ഘോരന്മാരും ചണ്ഡന്മാരും ചണ്ഡപരാക്രമന്മാരും ചന്ദനാരണ്യവാസികളുമായ 1000 കോടി 8 ലക്ഷം വീരന്മാരായ വാനരപുങ്കവന്മാർ ഈ നളനെ അനുഗമിക്കുന്നുണ്ട്. അനുയായികളായിട്ടുള്ളവരാണ് 1000 കോടി 8 ലക്ഷം വീരന്മാർ. തൻ്റെ സൈന്യങ്ങളുമായി വന്ന് ലങ്ക തകർക്കാൻ ഈ നളനും ആഗ്രഹിക്കുന്നു. ക്ഷേതോ രജതസങ്കാശപാലോ ഭീമവിക്രമ. രജതം, വെള്ളി പോലെ വെളുത്ത നിറമുള്ളനും വേഗവാനും ഭീമവിക്രമനും ബുദ്ധിമാനും ത്രിലോകങ്ങളിലും വിശ്രുതനും വേഗം സുഗ്രീവന്റെ സമീപത്ത് വരികയും സത്വരം തിരിച്ചു പോവുകയും ചെയ്യുന്നവനും വാനരസേനയെ വിജൃംഭിക്കുന്നവനും വാനരസേനയെ വിഭജിക്കുന്നവനും, അതായത് തരംതിരിച്ച് യൂഥങ്ങളാക്കി കൊടുക്കുന്നവനും സേനകളെ വേണ്ട പോലെ ഉത്സാഹിപ്പിക്കുന്നവനുമാണ് ഈ ശ്വേതൻ. ശ്വേതനെ കുറിച്ചും പരിചയപ്പെടുത്തി കൊടുത്തു. പണ്ട് ഗോമതീ തീരത്ത് സങ്കോചനം എന്നു പേരുള്ള അനേകം വൃക്ഷങ്ങൾ നിറഞ്ഞ രമ്യമായ പർവ്വതത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ കുമുദൻ എന്ന യൂഥപൻ അവിടെ രാജ്യം രക്ഷിച്ചുകൊണ്ട് വാണരുളുന്നു. കുമുദനെ കുറിച്ചാണ് പറയുന്നത്. 100,000 വാനരപ്പടകളെ ഇവൻ നയിക്കുന്നു, അതായത് 1,00,000 വാനരപ്പട. ഘോരകർമാവായ ഇവന്റെ വാലിലെ നീളമുള്ള രോമങ്ങൾ ചുവന്നും മഞ്ഞച്ചും വെളുത്തും ചിന്നിച്ചിതറിയുമിരിക്കുന്നു. അധീനനും കോപിഷ്ഠനും പ്രചണ്ഡനുമായ ഇവൻ യുദ്ധകാംക്ഷിയാണ്. ഇവനും സ്വസൈന്യത്തോടൊപ്പം ലങ്ക തകർക്കാൻ ഒരുക്കം കൂട്ടുന്നു. സിംഹതുല്യനും കപിലവർണ്ണനും ദീർഘകേസരനും കണ്ണുകൾ കൊണ്ട് ദഹിപ്പിക്കാനെന്ന പോലെ ലങ്കയെ നിശ്ചലമായി നോക്കുന്നവനും വിന്ധ്യൻ, സുദർശനം, കൃഷ്ണഗിരി, സഹ്യൻ എന്നീ പർവ്വതങ്ങളിൽ സദാ വാഴുന്നവനുമായ ഈ വാണരൻ ശരഭൻ എന്ന യൂഥപനാണ്. അടുത്തത് രംഭൻ എന്ന യൂഥപനാണ്. രംഭനെ കാണിച്ചു കൊടുത്തു. ചണ്ഡന്മാരും പ്രചണ്ഡ പരാക്രമന്മാരും ശൂരന്മാരുമായ 30 ലക്ഷം വാനരപുങ്കവന്മാർ കരുത്തുകൊണ്ട് ലങ്ക തകർക്കാൻ തയ്യാറായി ഈ വാനരനെ അനുഗമിക്കുന്നു. രംഭന്റെ അനുയായികളാണ് 30 ലക്ഷം വാനര പുങ്കവന്മാർ. അവരെല്ലാവരും തന്നെ രാവണനോട് യുദ്ധത്തിനായി വരുന്നു. രാജൻ ഇതാ കാതുകൾ കൂർപ്പിക്കുന്ന, വീണ്ടും വീണ്ടും ജൃംഭിക്കുന്ന, മരണത്തെക്കുറിച്ച് കൂസലില്ലാത്ത, പടയിൽ പേടിച്ചോടാത്ത, കോപം കൊണ്ട് വിറയ്ക്കുന്ന, വീണ്ടും വിലങ്ങനെ നോക്കുന്ന, വാലിട്ട് വീശുന്ന, അലറുന്ന, മഹാബലവാനായ, മഹാവേഗവാനായ, ഭയരഹിതനായ, രമ്യമായ സാല്വേയ പർവ്വതത്തിൽ നിത്യവും വസിക്കുന്ന ഈ കവിയൂഥവൻ അത്രേ ശരഭൻ. ശരഭൻ എന്ന യൂഥവനെ കുറിച്ച്, വാനര ശ്രേഷ്ഠനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് രാവണനെ. വിഹാരന്മാരെന്ന് പേരാർന്ന കരുത്തന്മാരായ 40 ലക്ഷം യൂഥവന്മാർ ഈ ശരഭന്റെ അനുയായികളായിട്ടുണ്ട്. കവിവീരന്മാരുടെ നടുവിൽ, മാനവരുടെ നടുവിൽ വാസുവൻ എന്ന പോലെ, മാനത്തെ മേഘമെന്ന പോലെ മറച്ചുകൊണ്ട് നിൽക്കുന്ന ഏതാണോ ഒരു വാണരൻ, പടഹധ്വനി പോലെ ഈ അലറുന്നവൻ ഏതോ, പോർകുതിക്കുന്ന പ്ലവങ്കേന്ദ്രന്മാരിൽ വെച്ച് ഭയങ്കരൻ ഏതോ, ഭാര്യാത്രമെന്ന ഉത്തമമായ പർവ്വതത്തിൽ പാർക്കുന്നവൻ ഏതോ,
പോരിൽ എപ്പോഴും ദുസ്സഹനേതോ ആ പനസൻ എന്ന യൂഥവനാണിത്. പനസൻ എന്ന യൂഥവനെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കവിവീരന്മാരുടെ നടുവിൽ, അതായത് ആ ദേവന്മാരുടെ നടുവിൽ എങ്ങനെ ഇന്ദ്രനെ പോലെ ആ വാനന്മാരുടെ നടുവിൽ അങ്ങനെ നിൽക്കുന്നു പനസൻ എന്ന യൂഥവൻ. യൂഥവശ്രേഷ്ഠനായ ഇവനെ 50 ലക്ഷം യൂഥവന്മാർ വെവ്വേറെ കൂട്ടം കൂട്ടമായി സേവിക്കുന്നു. 50 ലക്ഷം യൂഥവന്മാരാണ്. ആ യൂഥന്മാർക്കൊക്കെ വേറെ വേറെ പടകളുമുണ്ട്. അവരെല്ലാവരും ചേർന്ന് ഈ പനസനെ അനുഗമിക്കുന്നു രാവണനോട് യുദ്ധത്തിനായിട്ട്. ഉത്സാഹിച്ചിളകി കടൽ തീരത്ത് നിൽക്കുന്ന ഘോരസേനയെ പ്രശോഭിപ്പിക്കുന്ന മറ്റൊരു കടൽ പോലെയുള്ളവൻ, ദുർധര പർവ്വത സദൃശൻ ഇവൻ വിനതൻ എന്ന യൂഥവൻ. വിനതൻ ഉത്തമമായ പർണാസാ നദിയിലെ നീർ കുടിച്ചുകൊണ്ട് നടക്കുന്നവൻ. ഈ പ്ലവങ്കന്റെ ഈ വാനരൻ പ്ലവങ്കമന്റെ പടയിൽ 60 ലക്ഷം പേരുണ്ട്. ആരുടെ? വിനതൻ എന്ന യൂഥവനാണ്. ആ വിനതന്റെ കീഴിലും 60 ലക്ഷം വാനരശ്രേഷ്ഠന്മാരുണ്ട്. യുദ്ധത്തിൽ തയ്യാറായി നിൽക്കുന്നു. ക്രോധനൻ എന്ന യൂഥവൻ അതാ അങ്ങയെ യുദ്ധത്തിന് വിളിക്കുന്നു. ക്രോധനൻ എന്ന വാനരശ്രേഷ്ഠനെയാണ്, യൂഥവനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇവനോടൊപ്പം വിക്രമന്മാരും ബലവാന്മാരുമായ വാനരന്മാർ വെവ്വേറെയായി നിൽക്കുന്നു. ഗൈരികവർണാഭം വപു പുഷ്യതി വാനര അവമത്യ സദാ സർവാൻ വാനരാൻ ബലദർപ്പിതാൻ ഗവയോ നാമ തേജസ്വി ത്വാം ക്രോധാത് അഭിവർത്തതേ ഏനം ശതസഹസ്രാണേ സപ്തതി പര്യുപാസതേ. കാവിമണ്ണിന്റെ നിറമാർന്ന ശരീരത്തെ പെരുക്കുന്നവനും ബലദർപ്പിതന്മാരായ മറ്റു വാനരന്മാരെയെല്ലാം അവമതിക്കുന്നവനും തേജസ്വിയുമായ ഇവനത്രേ ഗവയൻ. ഗവയൻ എന്ന ആ വാനരവീരനെ കാണിച്ചു കൊടുക്കുകയാണ് രാവണനെ. ഇവൻ കോപത്തോടെ അങ്ങയെ എതിർക്കുന്നു. ഇവന്റെ കീഴിലായി 70 ലക്ഷം പേരുണ്ട്. തന്റെ സേനയെ കൊണ്ട് ലങ്കയെ നശിപ്പിക്കാമെന്നിവൻ നിനയ്ക്കുന്നു. ഇവരെല്ലാം ദുസ്സഹന്മാരാണ്, ഘോരന്മാരാണ്, കാമരൂപികളാണ്. കാമരൂപികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ രൂപം സ്വീകരിക്കാൻ കഴിയുന്നവരാണ്, ബലശാലികളാണ്, യൂഥവന്മാരാണ്, യൂഥവാഗ്രന്മാരാണ്, സേനാനികളുമാണ്, സേനാ നായകന്മാരുടെ ശ്രേഷ്ഠന്മാരുമുണ്ട്, വെവ്വേറെ യൂഥങ്ങൾ ഉള്ളവരുമാണ്. ഇങ്ങനെയുള്ള ആ വാനരന്മാരെല്ലാം അങ്ങയോട് യുദ്ധത്തിനായിട്ട് വരുന്നു എന്ന് ശുഗസാരണന്മാര് രാവണനെ അറിയിച്ചു. ഇനിയും അനേകം വീരന്മാരുടെ കഥയൊക്കെ പറയുന്നുണ്ട്. കുറേ വാനരന്മാരുടെയും വാനരശ്രേഷ്ഠന്മാരുടെയും യൂഥവന്മാരും യൂഥവന്മാരുടെയൊക്കെ കഥ ഇനിയും പറയുന്നു അടുത്ത സർഗങ്ങളിലായിട്ട്. അതെല്ലാം അടുത്ത സർഗങ്ങളിൽ കേൾക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര ഹൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.